ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ആദ്യ മണിക്കൂറിൽ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശബരിമല പ്രധാനമായി ഉന്നയിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്തത്? ഒരു ദിവസം അത് തന്നെയാണോ പറയാൻ? അല്ല, ആ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. കാരണം ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം തന്നെ നടന്നത്. പക്ഷേ സുപ്രധാനമായ തെളിവുകൾ പലതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ധരിപ്പിക്കാതിരിക്കുകയാണ് അന്വേഷണ സംഘം. കാരണം മന്ത്രിമാരെക്കുറിച്ചും ഉന്നത രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും എല്ലാമുള്ള വിവരങ്ങൾ പോറ്റി മുതലുള്ള എല്ലാവരുടെയും മൊഴികളിലുണ്ട്. പക്ഷെ ആ മൊഴികളൊന്നും തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അന്വേഷണം പാതി വഴിയിൽ അവസാനിപ്പിക്കുന്ന നിലയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. മന്ത്രിമാരൊക്കെ പ്രതികരിക്കുന്നത് വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ശബരിമല പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ. വേറെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ മന്ത്രിമാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ പറയാൻ പാടുണ്ടെന്നല്ലോ. അവർ ഉത്തരം മുട്ടിയിരിക്കുകയല്ലേ. സ്വർണ്ണക്കൊള്ള ആര് നടത്തി? പത്മകുമാറും വാസുവും ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് ആരുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, ആരുടെ നിർദ്ദേശപ്രകാരം? എല്ലാം പകൽ പോലെ വ്യക്തമാണ്. CPM പോലൊരു പാർട്ടിക്കകത്ത് ഈ ഒരു രണ്ട് പ്രമുഖ നേതാക്കൾ ഈ കൊള്ള നടത്തണമെങ്കിൽ അതിന് മുകളിലുള്ള ആൾക്കാരുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. കടകംപള്ളിയെ സംബന്ധിച്ച് എല്ലാ മൊഴിയും അന്വേഷണ സംഘത്തിന് കയ്യിലുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണോ, അതല്ല അന്വേഷണം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുകയാണോ? അതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കൃത്യമായൊരു പ്രതിഫലനം ഉണ്ടാകുന്നു. ഉറപ്പായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അത് വളരെ ശക്തമായിട്ട് പ്രതിഫലിക്കും.